ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരു 20 മിനിറ്റ് ക്യാമറ ഓൺ ചെയ്യാതെ സംസാരിച്ചു. അതൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 12:21 ഞാൻ നിങ്ങൾക്ക് കയറി വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നാളെ എനിക്കൊരു ഓർഡർ ഉണ്ട്. അതാണ് ബാർലി ഉപ്മാവ്. ഒരുപാട് പേര് ബാർലി ഉപ്മാവ് അന്ന് ഞാൻ വിനീസ് കിച്ചണിൽ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇരിക്കട്ടെ, കൈവേനിക്കുന്നു പിടിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബാർലി ഉപ്മാവ് ഉണ്ടാക്കുക എന്ന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബാർലി ഉപ്മാവാണ്. ഓക്കെ, അതിന് തലേ ദിവസം തന്നെ ബാർലി കുതിർത്തിടണം. അതിന് നല്ല വേവ് ഉള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് കുതിരണം. അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ നമ്മൾ കുതിർത്ത് വെക്കണം. എന്നാലേ എനിക്ക് നാളെ ലഞ്ചിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്കൊക്കെ ഒരു കോൺസെപ്റ്റാണ് ബാർലി വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രം. ബാർലി വെള്ളമല്ല, നമുക്ക് സൂപ്പായിട്ടും കഴിക്കാം. അതേമാതിരി തന്നെ പല രീതിയിൽ കഴിക്കാം. പലതും കാണിച്ചു തരാം ഞാൻ. അതിൽ ഒന്ന് വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാർലി ഉപ്മാവ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന മെത്തേഡ് വളരെ കോമൺ ആയിട്ടുള്ള മെത്തേഡാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. വിനീസ് കിച്ചണിൽ എങ്ങനെയാണ് അത് ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ബാർലി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബാർലി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് പാക്കറ്റിൽ നമുക്ക് കിട്ടുക ബാർലി. ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം ഓവർനൈറ്റ് അതൊന്ന് കുതിർത്തിടുക. ഓക്കെ, അടുത്ത ദിവസം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അപ്പം കാണിച്ചു തരാം. അപ്പം ഇപ്പം വരൂ, നമുക്ക് കഴുകിയിട്ട് കുതിർത്തിട്ടിട്ട് പോയി കിടന്നുറങ്ങാം, ചാച്ചി ഉറങ്ങാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ബാർലി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കഴുകുമ്പോൾ നമുക്ക് ഇതുപോലെ പാല് പോലെ, മനസ്സിലായോ? ഇത് കണ്ടോ, ഇങ്ങനെ പാല് പോലെ, കഞ്ഞിര വെള്ളം പോലെ മുകളിൽ കുറേ അഴുക്കൊക്കെ ആയിട്ട് ഉണ്ടാവും. ഇങ്ങനെയാണ് ബാർലി ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് ഈ വെള്ളം ഒന്ന് തെളിയണ വരയ്ക്കും നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ ആക്കിയിട്ട് ഓക്കെ ഒന്ന് കുതിർത്തിടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും കുതിർന്ന് കിട്ടുക. നല്ല വലിയ വിസ്താരമായിട്ടുള്ള പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലാണ്. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കപ്പ് കണക്കിന് മെഷർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോളൂ. എന്നാലും വിസ്താരമായിട്ടുള്ള പാത്രത്തിൽ വെക്കാൻ നോക്കുക. ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചോറൊക്കെ വേവിക്കുന്ന പോലെ നമ്മളതിനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ വാർത്തിട്ടാണ് എടുക്കുന്നത്. എങ്ങനെയാണോ നമ്മൾ അരിയൊക്കെ ഊറ്റി വാർക്കുന്നത് അതുപോലെ വാർത്തെടുക്കുക. ഈ ഒരു ബാർലി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സാധാരണ പോലെ സൂപ്പ് ഉണ്ടാക്കുക, സാധാരണ പോലെ വെറുതെ ഉപ്പിട്ട് കഴിക്കുക, സലാഡിലിടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഉപ്മാവാണല്ലോ. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്, എന്നിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് സവോള ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്മാവാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇടുക, നല്ലോണം പച്ചക്കറി ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ്, ബീൻസ്, അതേമാതിരി തന്നെ കോൺ, ക്യാബേജ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം സാമ്പാർ പൊടി. എന്നിട്ട് തേങ്ങ വേണമെങ്കിലും ഇടാം. പക്ഷേ ക്ലയൻറ്റിന് തേങ്ങ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ തേങ്ങ ഇടാതെ ഇരിക്കുന്നത്. ഇത് നല്ലപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാൻ ബാർലി വേവിക്കണ സമയത്ത് ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ ബാർലിയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാർലിയുടെ വെള്ളം ഊറ്റിക്കളയില്ലേ, ആ സമയത്ത് അതിലത്തെ ഉപ്പ് മുഴുവൻ പോകുന്നുള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ ബാർലിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ചൂടൊന്ന് തട്ടിക്കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അന്ന് ക്ലയൻസിന് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആക്കി വെച്ചു. ഇതിലേക്ക് ഞാൻ നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പാക്ക് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഉണ്ടാക്കിയ ലഞ്ചിനെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പൊന്നി അരിച്ചോറ്, അതേമാതിരി തന്നെ ബീട്രൂട്ട് ഉപ്പേരി, സാധാരണ തേങ്ങയിടാത്ത ഉപ്പേരി, തോരനല്ല ഉപ്പേരി, പക്ഷേ ചീവീട്ടാണെന്ന് മാത്രം, പിന്നെ തക്കാളി രസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്ലയൻസിന് നമ്മളുടെ ഡെയിലി മീൽസിൽ പോകുന്ന സംഭവമാണ്.
ഓക്കെ. പിന്നെ നമ്മൾ സാമ്പാർ, മിക്സഡ് വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള സാമ്പാറുണ്ട്. എക്സ്ട്രാ ചീരത്തോരൻ യൂഷ്വലി നമ്മളുടെ മീൽസിൽ വരുന്നതാണ്. പക്ഷേ ചീരത്തോരന് വിനീസ് കിച്ചണിൽ ഡിമാൻഡ് കൂടുതലാണ്. സോ എക്സ്ട്രാ തോരൻ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വെച്ചിരിക്കുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ ബാർലി ഉപ്മാവ്, പിന്നെ നമ്മുടെ പപ്പടം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ക്രീമി വൈറ്റ് അവിയൽ, വിനീസ് കിച്ചൺ സ്പെഷ്യലായിട്ടുള്ള അവിയൽ. ഇതിൽ മീൽസ് ആയിട്ട് എടുക്കുന്നവരുമുണ്ട്, അതല്ലാതെ ഇത് ഒരാഴ്ചത്തേക്ക് ഇല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നവരും ഉണ്ട്. ഇത് നമ്മുടെ പുളിക്കുളമ്പാണ്, കാരക്കുളമ്പ്, വെണ്ടക്കായ് കാരക്കുളമ്പാണ് അന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അതും കൂടി, പിന്നെ ചെറുപയർ തോരൻ അതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ പാക്ക് ചെയ്യണ ഇതാണ് പ്രോസസ്സാണ്, വിനീസ് കിച്ചണിലത്തെ പാക്കിംഗ് പ്രോസസ്സാണ് കാണുന്നത്. നോക്കുന്ന സമയത്ത് ചോറ് 2 വലിയ ബോക്സിലാണ് നമ്മൾ കൂട്ടാൻ കൊടുക്കുന്നത്. എനിക്കെപ്പോഴും ഈ അറ്റം പറ്റിയ പോലെ കൂട്ടാനില്ലാത്ത പോലെ കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതേ കോൺസെപ്റ്റ് തന്നെയാണ് വിനീസ് കിച്ചണിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. സൈഡുകളെല്ലാം തന്നെ 250 ml ബോക്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് അവരവർക്ക് വേണ്ട രീതിയിൽ എല്ലാം തന്നെ നമ്മൾ വെച്ചിട്ട് ഒരു ഫുൾ സ്വീറ്റോട് കൂടിയിട്ടാണ് സ്പെഷ്യൽ മീൽസ് വിനീസ് കിച്ചണിൽ നിന്ന് പോകുന്നത്. സോ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ മീൽസ് വേണമെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾക്ക് ചോറൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതുപോലെ വെജിറ്റബിൾസ് മാത്രം നിങ്ങൾക്ക് എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാർ എടുക്കുന്നവരുണ്ട്. ഒരു 2 ദിവസത്തേക്ക് വേണം, 3 ദിവസത്തേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് മെനു അയച്ചു തന്നിട്ട് നമ്മളുടെ അടുത്ത് അങ്ങനെയും എടുക്കുന്നവരുണ്ട്. അതായത് സ്പെഷ്യൽ മീൽസ് അല്ല വിനി, ഇത് മാത്രം മതി, കൂട്ടാനുകളൊക്കെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പല സൈസുകളിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് പോകുന്നവരുണ്ട്. കുറച്ച് എടുത്തിട്ട് പോകുന്നവരുണ്ട്, അതല്ലാതെ കൂടുതൽ എടുത്തിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഓരോന്ന് സെഗ്മെൻ്റ് ആക്കി വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് അവർ പറയുന്ന ദിവസങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് AC ഡക്റ്റ് ക്ലീനിങ്ങിന് ആൾക്കാർ വരികയാണ്. അതായത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ചിട്ട് ദുബായിൽ ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. ഞങ്ങളെപ്പോഴും ഒരു 6-7 മാസം ആവുന്ന സമയത്ത് AC ഡക്റ്റ് ക്ലീൻ ചെയ്യും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്യണം എന്നുള്ളത് വളരെ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ AC ഡക്റ്റ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ എങ്ങനെയാണ് AC ഡക്റ്റ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന സമയത്ത് അവർ ചെയ്യുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തു എന്ന് മാത്രമാണ്. സോ ഇതാണ് അവരുടെ AC ഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. നമുക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പൊടിയും അതേമാതിരി തന്നെ ആ മോൾഡ്, ഫംഗസ് എന്ത് വേണമെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഞാനെന്ത് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ആ ഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫോണിൻ്റെ ക്യാമറ കാണിക്കാൻ. ഇപ്പോൾ നമ്മൾ 6-8 മാസം ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വെറും ഒരു ലെയർ ഓഫ് പൊടി മാത്രം കാണുന്നത്. ഇതൊന്നും നിങ്ങൾ 3-4 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഇടയ്ക്ക് എന്താണെന്നറിയാത്ത തുമ്മൽ, പനി വരിക, അതേമാതിരി തന്നെ ഭയങ്കര ശ്വാസം മുട്ടൽ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ AC ഡക്റ്റ് ഒന്ന് നോക്കൂ. അതാണ് ഞാൻ പറയാൻ വന്നത്. സോ AC ഡക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളവും ബ്രഷും എല്ലാം കൊണ്ടാണ് അടിച്ചു കഴുകുക. അപ്പോൾ കഴുകിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ചെറിയ വീഡിയോ ആണ്, ഒരു റെസിപ്പിയും കാണിച്ചു, അന്നത്തെ ദിവസം നടന്ന ഒരു കാര്യവും നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. Vinny's Kitchen.